യുവവാണി. പ്രിയ ശ്രോതാക്കൾക്ക് യുവവാണിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് മൈഗ്രേഷൻ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമ്മോടൊപ്പം ഇന്ന് യുവവാണിയിൽ എത്തിയിരിക്കുന്ന അതിഥി സ്വപ്നങ്ങൾ അന്യമായി പോയവർക്ക്, സ്വപ്നം കാണാൻ അറിയാത്തവർക്ക് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അവരുടെ സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന കനൽ NGO ഡയറക്ടറും ഫൗണ്ടറുമായ ശ്രീ ആൻസൺ PD അലക്സാണ്ടറാണ്. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഒരു എവർഗ്രീൻ ജോക്കാണ് നീലാംസ്ട്രോങ് ചെയ്യാൻ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്ന്. മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തന്നെ ഒരുപാട് പലായനങ്ങളും കുടിയേറ്റങ്ങളും നടക്കുന്നുണ്ട്. പണ്ടത്തെ നോവലുകളിലായാലും എല്ലാം നമ്മൾ കാണുന്നത് കൂടുതലും യുവത്വം മദിരാശിക്കും ബോംബെക്കും ഒക്കെ പോകുന്നു, ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ യൂത്ത് മൈഗ്രേഷൻ കൂടുതലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മിനി കേരള പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം യൂത്ത് മൈഗ്രേഷൻ കേരളത്തിന് അത് എത്രത്തോളം പ്രയോജനം നൽകുന്നു? പലായനം എന്ന വാക്കിനേക്കാൾ കൂടുതൽ മൈഗ്രേഷൻ, കുടിയേറ്റം എന്നൊരു വാക്കായിരിക്കാം കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ആപ്റ്റായിട്ട് വരുന്നത്. കാരണം കുടിയേറ്റം എന്ന് പറയുന്നതും പലായനം എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹോമോസാപ്പിയൻസ്, അതായത് നമ്മുടെ സ്പീഷ്യസിൽ പെടുന്ന മനുഷ്യന്റെ ജീനിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ കുടിയേറ്റം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ തന്നെ പലതരം സ്പീഷ്യസ് അല്ലെങ്കിൽ ഒരുപാട് വിഭാഗം മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മളെക്കാൾ ഒരുപാട് വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ജീവിച്ചിരുന്ന നിയാണ്ടർതാൽ പോലെയുള്ള മനുഷ്യരായിരുന്നാൽ പോലും അവരൊക്കെ ഒരു പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആയിപ്പോയതിൻ്റെ കാര്യം ഈ ഒരു കുടിയേറ്റം ഇല്ലാത്തതായിരുന്നു. അപ്പം മനുഷ്യൻ, നമ്മൾ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ ലോകം മുഴുവൻ ഈ കഴിഞ്ഞ ഒരു 50,000-60,000 വർഷത്തിനുള്ളിൽ നമ്മൾ വ്യാപിച്ചതാണ് ഒരു പക്ഷേ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്പീഷ്യസ് ആയിട്ട് മാറാൻ മനുഷ്യനെ, നമ്മൾ ഈ പറയുന്ന ഹോമോസാപ്പിയൻസിനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറച്ചു പറയാൻ പറ്റും, ഈ കുടിയേറ്റം എന്നുള്ളത് മനുഷ്യന്റെ DNA-യിലുള്ള നമ്മളുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഇതുണ്ട്. ഇത് കാലങ്ങൾക്ക് മുമ്പും ഉണ്ട്, ഇത് ഇനിയും ഉണ്ടാകും, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു സിനാരിയോയിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സാമൂഹ്യ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മുമ്പ് തന്നെ, നമ്മളുടെയൊക്കെ കാലം വെച്ച് നോക്കുമ്പോൾ വളരെ മുമ്പ് തന്നെ ആരംഭിച്ച ഒരു സംഗതിയാണ് ഈ കുടിയേറ്റം. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തൊട്ട് ബർമയിലേക്കോ, കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ തന്നെ ബർമയിലേക്ക്, സിലോണിലേക്ക്, അന്നത്തെ സിലോണിലേക്ക് ഒക്കെ ആളുകൾ പോയിരുന്ന, മലേഷ്യയിലേക്കൊക്കെ ആളുകൾ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഗൾഫ് രാജ്യങ്ങളിലേക്കായി, പിന്നീട് അത് യൂറോപ്പിലേക്കായി. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആ കുടിയേറ്റം വളരെ വലിയ തോതിൽ ആളുകൾ പോകുന്നുണ്ട്. അപ്പം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റുന്ന കാര്യമല്ല, ഇത് തുടരും. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഓരോ സമൂഹത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പം എവർഗ്രീൻ ജോക്ക് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന തമാശകളിൽ ഒന്നാണ് എവിടെ പോയാലും ഒരു മലയാളിയെ കാണാൻ പറ്റുമെന്ന്. ഇന്നത്തെ കേരളത്തിന്റെ സമൂഹം, നമ്മൾ ഈ ചുറ്റും കാണുന്ന സമൂഹം, ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളിൽ തന്നെയും ഈ കുടിയേറി പോയിട്ടുള്ള മലയാളികളുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒരു പരിധിവരെ നമ്മളുടെ കൾച്ചറിലായാലും അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഒരു ഉന്നമനത്തിലായാലും എല്ലാം തന്നെ ഇത്തരത്തിൽ വെളിയിലേക്ക് പോയിട്ടുള്ള മലയാളികളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉറപ്പായിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ മാറി വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത്, ഇനി വരുന്ന തലമുറ എത്രത്തോളം, ഇപ്പം കുടിയേറിക്കൊണ്ടിരിക്കുന്ന തലമുറ എത്രത്തോളം കേരളത്തിന്റെ സമൂഹത്തെ സ്വാധീനിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യമായിരിക്കാം ഒരു പക്ഷേ ആന്ത്രപ്പോളജിസ്റ്റുകളെ, നരവംശ ശാസ്ത്രജ്ഞരെ, അല്ലെങ്കിൽ ഈ മൈഗ്രേഷനെ കുറിച്ച്, ഹ്യൂമൻ മൈഗ്രേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് മലയാളിയുടെ മൈഗ്രേഷനെ കുറിച്ച് ശ്രദ്ധാപൂർവം നോക്കുന്ന ഏതൊരു വ്യക്തിയെയും ആകുലപ്പെടുത്തുന്നത്. ഇന്ന് യുവജനത കൂടുതലായി മൈഗ്രേറ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സീറ്റിന് വേണ്ടി മത്സരമുണ്ടായിരുന്ന കാലത്ത് നിന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കാലത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ വിലയിരുത്താം? നമ്മൾ ഈ മൈഗ്രേഷന് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ച മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയായിരിക്കും. ഇവിടെ തന്നെ നമ്മൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച റാങ്കുകളോടെ, മികച്ച മാർക്കുകളോടെ പഠിച്ചിട്ടുള്ളവർ മൈഗ്രേറ്റ് ചെയ്യാറില്ലേ? അപ്പൊ അതിന്റെ ഒരു കാരണം വിദ്യാഭ്യാസ മേഖലയുടെ ഒരു മോശമായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുണ്ട്, അതില്ല എന്നല്ല. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ലഭിക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ നമ്മൾക്ക്, അതായത് എൻ്റെ പൊട്ടൻഷ്യലിനെ
എൻ്റെ കഴിവുകളെ എനിക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലേക്ക് എന്നെ മാറ്റി നടുക എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി അതുപോലെ ഒരുപക്ഷെ ഇവിടെ നമ്മൾക്ക് എൻ്റെ കഴിവുകൾക്ക് അനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിയൽ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനോടൊപ്പം എനിക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടുമായിരിക്കാം. കാരണം ഇവിടെ ഇപ്പോൾ എനിക്കൊരു അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നവരില്ലേ. അപ്പോൾ ഒന്ന് ഓർക്കേണ്ട കാര്യം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിലോട്ട് പോലും എത്താൻ കഴിയാത്തത് കൊണ്ടും ആളുകൾ വെളിയിൽ പോയി പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ സാമൂഹികമായിട്ടുള്ള അസന്തുലനാവസ്ഥ, അത് വെച്ചാൽ ഒരു നമ്മൾ ഈ പറയുന്ന അത് സ്ത്രീ പുരുഷ ഈ പറയുന്ന നമ്മളുടെ ആ ഒരു അക്സെപ്റ്റൻസിലുള്ള മാറ്റങ്ങളായിരിക്കാം. വളരെ എന്ത് പറയുന്ന കൺവെൻഷനലായിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റീരിയോ ടൈപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്. അതിന്റെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും മെച്ചപ്പെട്ടൊരു ജീവിതം ആഗ്രഹിച്ച് വെളിയിലോട്ട് പോകുന്നു എന്നാണ് നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇപ്പോൾ നിരഞ്ജന പറഞ്ഞതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തീരെ മോശമാണ് എന്നല്ല, പക്ഷെ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ തിരുത്തുന്നത് ഒരു പരിധി വരെ മികച്ച ആളുകളെ നമ്മളിനി ഇതിനെ നേരെ തിരിച്ചും കൂടെ ചിന്തിക്കാമല്ലോ. വെളിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നവരുമുണ്ട്. അതിനെ നമ്മൾക്ക് എങ്ങനെ കൂട്ടാം? ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പായും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്തും ഈ പറഞ്ഞ മൈഗ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് ഒരു മൈഗ്രേഷൻ നടക്കുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരുണ്ട്. കാരണം ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തണം, പക്ഷേ അതിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് മൈഗ്രേഷൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസിഡന്റ് വനിതയാകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതെ, കൂടുതലും ഇപ്പോൾ സ്ത്രീകളാണ് കുടിയേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലായിട്ട് കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജെൻഡർ ഡിസ്പാരിറ്റിയെ ഭയന്ന് തന്നെയാണ്. ഒരു പക്ഷേ 25 or 26 വയസ്സായിട്ടും വിവാഹം കഴിക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടൊന്നുമല്ല നമ്മുടെ നാട്. നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്ന് ചോദ്യം, വിവാഹം കഴിക്കുന്നില്ലേ, കുട്ടിയായില്ലേ, അങ്ങനെയുള്ള ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സ്വപ്നങ്ങൾക്ക് പലരും വെക്കുന്ന ലിമിറ്റേഷൻസ്, നമ്മൾ വെക്കുന്ന ലിമിറ്റേഷൻസ് അല്ല, പലരും വെക്കുന്ന, സമൂഹം വെക്കുന്ന ലിമിറ്റേഷൻസ്, ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ലോകത്ത് വളരെ വേഗത്തിൽ എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിയുന്ന ഒരു ലോകത്തിൽ നമ്മൾ സ്ത്രീകളെ ഒരുപാട് പിറകിലേക്ക് വലിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അതാരും ഇനി അങ്ങനെ നിൽക്കത്തില്ല. അവര് പൊട്ടിച്ച് ആ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് അവർ പോവുക തന്നെ ചെയ്യും. അതാണ് ഈ സ്ത്രീകൾ ഈ പറയുന്ന മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അവിടെ അവർക്കും കുറച്ചും കൂടെ ഒരു ജെൻഡർ ഇക്വിറ്റി ഉണ്ട്, അവർക്ക് കുറച്ചും കൂടെ അവസരങ്ങളുണ്ട്, അവരുടെ റിയൽ പൊട്ടൻഷ്യലിനെ മാക്സിമം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അതിന് തുല്യമായിട്ടുള്ള വേതനം ലഭിക്കുന്നുണ്ട്, കുറച്ചും കൂടെ സാമൂഹിക സുരക്ഷ ലഭിക്കുന്നുണ്ട്. നമ്മൾ സാമൂഹിക സുരക്ഷ എന്ന് പറയുമ്പോഴും അവിടെ ഈ ഭയം എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതില്ലാതെ കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നത് തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ അത് ഇപ്പോഴാണ് നമ്മൾ അധികമായി കാണുന്നത്. പണ്ടൊരു പക്ഷെ സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നത് അതിനുവേണ്ടി മാത്രമായിരുന്നില്ല. വീട്ടിലുള്ള സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകൾ മൂലം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു കാലത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് മെഡിക്കൽ പ്രൊഫഷണലായിട്ടുള്ള സ്ത്രീകൾ പോയിരുന്നിട്ട് ഒരു വലിയൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, വെൽത്ത് ഡ്രെയിൻ അഥവാ സമ്പദ് ചോർച്ച നമുക്കേറെ പരിചിതമായൊരു ആശയമാണ്. അതെ, ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പ്രത്യക്ഷമായും സമ്പത്തിന്റെ ചോർച്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൈഗ്രേഷൻ നടക്കുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്നത് ഇന്ത്യയെ ബാധിക്കുന്നുണ്ടാവുമോ? ഉറപ്പായിട്ടും ഏതൊരു മൈഗ്രേഷനും ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ സാമൂഹികവും പൊളിറ്റിക്കലും അതേപോലെ സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 140 കോടിയിലേറെ മനുഷ്യരുള്ള ഇന്ത്യയിൽ അത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു ബ്രെയിൻ ഡ്രെയിൻ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കണമെന്നില്ല. കാരണം അത്രയേറെ വലിയൊരു ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. അതേസമയം അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നാടെന്ന് പറയുന്നതാണ് കേരളം.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രശ്നമായി നമ്മൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ബ്രെയിൻ ഡ്രെയിൻ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് നൈപുണ്യങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരുപാട് നേടിയ മിടുക്കരായിട്ടുള്ള ആളുകൾ ഒരു നാട്ടിൽ നിന്ന് പോവുക, മൈഗ്രേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ബ്രെയിൻ ഡ്രെയിൻ. ഇതൊരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സിറ്റികളിലേക്ക് വരുന്നതും ഈ പറയുന്ന ഒരു മൈഗ്രേഷനാണ്. പക്ഷെ അവിടെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആളുകൾ വെളിയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലേക്കും ആളുകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക, കേരളത്തിലേക്ക് വരുന്നവരുടെ ഒരുപക്ഷെ അവരുടെ ഒരു നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളമാണെന്ന് നോക്കുമ്പോൾ അത് തുലവും കുറവാണ്. അതായത് നമ്മൾക്ക് കേരളത്തിൽ നിന്ന് കൂടുതൽ കഴിവുള്ളവരെ നഷ്ടപ്പെടുകയും കഴിവ് പലതരത്തിലും വിദ്യാഭ്യാസത്തിലായാലും നൈപുണ്യങ്ങളിലും കുറവുള്ളവരെ കൂടുതലായിട്ട് കേരളത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ട് ഉള്ള മേഖലകളെയെല്ലാം അത് സ്വാധീനിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ ലേബർ മൊബിലിറ്റി കൂടിയത് കൊണ്ടാണല്ലോ തൊഴിലവസരങ്ങൾ ഇത്രയേറെ വർദ്ധിച്ചതും അതിനായി യുവജനത കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലേക്ക് മറ്റ് രാജ്യത്തുള്ളവരെ ആകർഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കും? കേരളത്തിലേക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, അത് നമുക്കിപ്പോൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ലോങ് റണ്ണിലുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുത്ത് നമ്മൾ ചെയ്യേണ്ട കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാനോടുകൂടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വേണ്ടുന്നൊരു വിഷയമാണത്. നമ്മൾ ഇവിടുന്ന് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നാടുകളിലേക്ക് പോകുന്നതിന്റെ കാരണം നമ്മളത് ഇവിടെ നിന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. എന്തുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പൊ UK-യിലേക്കോ അമേരിക്കയിലോട്ടോ എന്തുകൊണ്ട് വരുന്നു എന്ന് ആ രാജ്യങ്ങളെ നമ്മൾ പഠിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. എന്താണോ അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയണം. അവിടെ നമ്മളുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മുന്നെയാണ് എന്ന് നമ്മൾ വാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇനി വെളിയിൽ നിന്ന് ഈ പറയുന്ന ഇപ്പോൾ നമുക്ക് UK-യിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ അവർക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മികച്ച എന്തോ ഒന്ന് ഇവിടെ കിട്ടണ്ടേ. അപ്പോൾ അത്രയേറെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുത്തേണ്ടതായിട്ട് വരും. അത് എല്ലാ മേഖലയിലും നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പല കാര്യങ്ങളിലും നമ്മൾക്കൊരു പ്രോപ്പർ സിസ്റ്റം ഒന്നുമില്ല. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നതാണ്. ഒരു ബൈപ്പാസിങ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് പലപ്പോഴും അവരുടെ ജീവിതം കുറച്ചും കൂടെ ലഘുവാക്കുന്നുണ്ട്. അതിന്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ചില സിസ്റ്റങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലും വരികയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള കുറേ ആളുകൾ നമ്മളുടെ നാട്ടിലേക്കും വരും. ഉറപ്പായും കൂടുതൽ കഴിവും കൂടുതൽ വിദ്യാഭ്യാസവും കൂടുതൽ നൈപുണ്യങ്ങളും ഉള്ളവർ നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇത്തരം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ അവസരങ്ങൾ കൂട്ടുകയും ചെയ്യും. യൂത്ത് മൈഗ്രേഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഓരോ വീടുകളിലും സംഭവിക്കുന്നത് അവിടം വൃദ്ധസദനങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. കാരണം അവരെ നോക്കാൻ ഇപ്പോൾ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാണ്. ഇപ്പോൾ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ കൂടുതൽ ആകാൻ ഒരു 20 വർഷം കഴിയുമ്പോൾ വൃദ്ധസദനങ്ങൾ മാത്രമാകാനും വീടുകളിലെ ഇപ്പൊ നമ്മൾ രക്ഷിതാക്കൾ അനാഥരായി മാറപ്പെടാനും സാധ്യത കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിലാണിത്. ഈ ഒരു മൈഗ്രേഷന്റെ ഫ്ലോ ഉറപ്പായിട്ടും കുറയും. കാരണം കുറയുന്നത് ഇവിടെ നിന്ന് ആളുകൾക്ക് വെളിയിലേക്ക് പോകാനുള്ള ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആഗ്രഹം കുറയുന്നത് കൊണ്ടല്ല, വെളിയിലുള്ള അവസരങ്ങൾ സ്വാഭാവികമായിട്ടും കുറയും. ഇപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആരംഭിച്ചു തുടങ്ങി. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ജനവിഭാഗത്തേക്കാൾ കൂടുതൽ വന്നു കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും വെളിയിൽ നിന്ന് ആളുകളെ എടുക്കുന്നത് കുറയും. പൂർണ്ണമായും നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം വെളിയിൽ പോയി ഇവിടെ വൃദ്ധസദനങ്ങളായി മാറും എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന മൈഗ്രേഷന്റെ അളവ് ഗ്രാജുവലി കുറയും. അത് മാത്രമല്ല കേരളം എന്ന് തരത്തിൽ കുറയുമെന്നാണ് അതിനുള്ള ഒരു കാരണമാണ് പറഞ്ഞത്, വെളിയിലേക്കുള്ള അവസരങ്ങൾ കുറയും. കാരണം നമ്മൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരു നമ്പർ ഓഫ് ആളുകൾ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പൊ ഈ അഭയാർത്ഥി പ്രശ്നങ്ങളായാലും ഇങ്ങനെ നമ്മൾ പലായനം ചെയ്തും കുടിയേറിയും വരുന്നവരുടെ ഒരു നമ്പർ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ വലുതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുന്ന് മുഴുവൻ മലയാളികളും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ അത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ ഈ രാജ്യങ്ങൾക്കൊന്നും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെളിയിലോട്ട് പോകുന്നതിന്റെ ഇപ്പോൾ ഉള്ളൊരു ഈസിനെസ് എന്തായാലും കുറഞ്ഞു വരും. 1. 2, നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുന്നത് ഒരുപാട് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലുമുള്ള ഒരുപാട് പേർക്ക് സ്വപ്നതുല്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഈ പോകുന്ന ഗ്യാപ്പിലേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കുടിയേറി കേരളത്തിലേക്ക് പാർക്കാൻ തുടങ്ങുന്നൊരു സമയം വരും.
അതായത് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കൊരു സോഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഡെമോഗ്രാഫിക്കലായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും കൂടുതലായിട്ടും ഇവിടെ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ തന്നെ മധ്യ ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന അളവിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. ഇത് അവിടെയുള്ള സാമൂഹികമായിട്ടുള്ള ഘടനകളിൽ ഒരുപാട് മാറ്റം വരുത്തി. ഇനി അവർ സ്ഥിര താമസക്കാരാകുമ്പോഴത്തേക്ക് അവർക്ക് വോട്ടിങ്ങിനുള്ള അവകാശം കിട്ടുമ്പോൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം വൃദ്ധസദനങ്ങൾ കൂടും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ മാറും. വൃദ്ധസദനങ്ങൾ കൂടുമായിരിക്കാം, പക്ഷെ ഇവിടെ എല്ലാം പ്രേത നഗരങ്ങളായി മാറത്തില്ല. പകരം ഫില്ല് ചെയ്യാൻ വേണ്ടി ആളുകൾ വരും. ഇനി അന്നുണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ മലയാളികൾ പണ്ട് തൊട്ടേ ഊറ്റം കൊണ്ടിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാര അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം എന്നൊക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരും. അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കേണ്ടതായിട്ട് വരും. താങ്കൾ നേരത്തെ പറയുകയുണ്ടായി കേരളം സ്വപ്നതുല്യമായ ഒരു സംസ്ഥാനമാണെന്ന്. ശരിയാണ്, HDI റാങ്കിംഗ് ഉൾപ്പെടെ കേരളം മുന്നിട്ട് നിൽക്കുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് യുവജനത തൊഴിലും വിദ്യാഭ്യാസവും അന്വേഷിച്ച് മറ്റു നാടുകളിലേക്ക് കുടിയേറുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ യുവത്വത്തെ പിടിച്ചു നിർത്താൻ കഴിയും? എന്തൊക്കെ പോരായ്മയാണ് നമ്മുടെ നാടിനുള്ളത്? നമ്മൾ സ്വപ്നതുല്യമായ നാടെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അത് സ്വപ്നതുല്യമാകണമെന്നില്ല. കാരണം നമ്മൾ ആദ്യം തൊട്ട് തന്നെ കണ്ടുവന്നിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരുപക്ഷെ കേരളം വളരെ മികച്ച ഒരു നാടായിട്ട് തോന്നാം. അപ്പൊ നമ്മൾക്ക് ഈ കേരളത്തെക്കാൾ മികച്ച ഒരു നാട് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലാണല്ലോ നമ്മൾ വെളിയിലേക്ക് പോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ഒരു ഇതിന്റെ അകത്ത് പോകുന്നുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലരിപ്പം നമ്മളുടെ ഒരു പിയർ പ്രഷർ കൊണ്ട് പോകുന്നവര്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതം, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് വെളിയിലോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ജീവിക്കുന്ന, കേരളത്തിൽ ജനിക്കുന്ന ഓരോ മലയാളിക്കും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയൊരു മലയാളിക്ക് തിരിച്ചു വരാൻ തോന്നുന്ന തരത്തിൽ സ്വപ്നതുല്യമാകണം. എന്നാൽ മാത്രമേ നമ്മൾ ഇവിടെ നിൽക്കൂ. അതിന് വേണ്ടുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വരുമാനം നമ്മൾക്ക് ലഭിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതേപോലെ തന്നെ എൻ്റെ വിദ്യാഭ്യാസത്തിന് യോജിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾക്ക് യോജിച്ച തരത്തിലുള്ള എനിക്ക് അവസരങ്ങൾ ലഭിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അതെ, ഏറ്റവും കൂടുതൽ അത്തരത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരുപക്ഷെ തൊഴിൽ കണ്ടെത്താൻ കഴിയാതെ വരുന്ന ആളുകളുള്ളൊരു നാടാണ് കേരളം. ഇത് പറയുമ്പോൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്ന നാടും കേരളം തന്നെയാണ്. അപ്പം കേരളത്തിലുള്ളവർക്ക് കഴിവ് കുറവായിട്ടല്ല, അതിനെ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് മെന്റർ ചെയ്യാനുള്ള അഭാവം, ആളുകളുടെ അഭാവമുണ്ട്. ഇതൊരു പക്ഷേ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് നമ്മളുടെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴോ വന്നു പോയിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും ചെയ്യേണ്ടത് ഗവൺമെന്റ് മാത്രമാണ്. ഗവൺമെന്റ് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പേർക്ക് ആർക്കൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത്തരം ആളുകളെ കേരളത്തിലോട്ട് കൊണ്ടുവന്നാലേ പറ്റൂ. അപ്പം മികച്ച ജോലി ഉണ്ടാകുമ്പോൾ, മികച്ച തൊഴിൽ കൾച്ചർ ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ജോബ് കൾച്ചർ ഉണ്ടല്ലോ, നമുക്ക് ലഭിക്കുന്ന ആ ഒരു ജോലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, ഇതൊക്കെ നമുക്ക് മികച്ച രീതിയിൽ ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ എനിക്ക് സുരക്ഷിതത്വം ഉണ്ടെന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. ഒരുപാട് നൂതനമായിട്ടുള്ള മേഖലകൾ, അതേസമയം ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്യാതെ, പ്രകൃതിയെ ദോഷപ്പെടുത്താതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും ഇഷ്ടം പോലെ അവസരങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേഖലകൾ നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സന്തോഷം മനുഷ്യരിലേക്ക് വരുമ്പോൾ, അവസരങ്ങൾ വരുമ്പോൾ ആളുകൾ ഉറപ്പായിട്ടും നമ്മളുടെ നാട്ടിൽ നിൽക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളോടും എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും മലയാളികൾ അല്ലെങ്കിൽ കേരളീയരാണ്. നമ്മൾ ഏതൊരു നാട്ടിൽ പോയാലും നമ്മൾ കേരളീയരാണ്. നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഏതൊരു നാട്ടിൽ പോയി ഒരുപാട് വർഷങ്ങളെടുത്ത് നമ്മൾ ആ സമൂഹമായിട്ട് ചേരും, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അതുമായിട്ടൊക്കെ അമാൽഗേറ്റ് ചെയ്ത് നമ്മൾ പോകുമായിരിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മളുടെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളമാണ്. അപ്പൊ ആ കേരളത്തെ കുറച്ച് നമ്മൾക്ക് സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു നാട് കൂടുതൽ മികച്ചതാക്കുക, അല്ലെങ്കിൽ ഇവിടെ യുവജനതയെ കൂടുതലായിട്ട് ആകർഷിക്കാൻ പറ്റുക, അവരുടെ പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മലയാളികളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ നാട്, ഇപ്പൊ നേരത്തെ നിരഞ്ജന ചോദിച്ചൊരു ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരുപാട് അവസരങ്ങളും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം. അതായത് ഇപ്പൊ എന്റെ നാട്ടിലൊരു മാലിന്യ പ്രശ്നമുണ്ട്. ഈ മാലിന്യ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാനൊരു പരിഹാര മാർഗം ഉണ്ടാക്കുന്നത് കുറേ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം എന്റെ നാട്ടിലുള്ള പ്രശ്നങ്ങളെ
അത് കുറയ്ക്കുന്നുമുണ്ട്. അവിടേക്കാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ലോകത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ അവസരങ്ങൾ എങ്ങനെയാണ് എൻ്റെ നാട്ടിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ ലോകത്തിന്റെ ഏത് നാട്ടിലും പോയി നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം തന്നെ ഈ കേരളത്തിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. സമ്പാദ്യമാണ് എൻ്റെ മുൻഗണനയെങ്കിൽ. അപ്പം അതൊക്കെ നമ്മൾക്ക് സാധ്യമാണ്. അതിനായിട്ട് നമ്മൾക്ക് വേണ്ടുന്ന അവസരങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. പിന്നീട് അതിൻ്റെ അകത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, ഇതിനോടൊപ്പം നടക്കാനായി യുവജനതകൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പിറകിലോട്ട് വലിക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കാതെ മാറ്റി നിർത്താതെ ഇതിനോടൊപ്പം അതിനൊരു കൈത്താങ്ങായിട്ട് മാറാൻ ഇവിടെയുള്ള എല്ലാവർക്കും കഴിയണം. ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു കാഴ്ചപ്പാട് കുറച്ച് പുറകിലോട്ടാണ്, വളരെ പുറകിലോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്കൊരു കാര്യം, എനിക്കിപ്പോ ഒരു ആശയം ഉണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് നടപ്പിലാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനത് നടത്താൻ എളുപ്പമുള്ള ഇടം നോക്കി പോകും. അപ്പൊ ഇത് ഉറപ്പായിട്ടും നാളെ അത് മുതിർന്നവരൊക്കെ അത് മാറി വരണം, അത് മാറി വന്നേ പറ്റൂ. അത് ഉറപ്പായിട്ടും മുതിർന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. യുവജനങ്ങളിൽ കുറച്ചും കൂടെ വിശ്വസിക്കണം. അവര് അത്ര മോശമായിട്ടുള്ള ആളുകളൊന്നുമല്ല. കാരണം അവരുടെ ഈ മുതിർന്നവരുടെ മക്കൾ തന്നെയാണല്ലോ. അപ്പൊ അത്ര മോശമായിട്ടുള്ള ആളുകളൊന്നും അല്ല നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് കഴിവുകളുള്ളവരാണ്. ആ കഴിവുകളെ വല്ലാതെ അങ്ങ് പ്രഷറൈസ് ചെയ്യാതിരിക്കുക. ഇപ്പം അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. മനുഷ്യരാണ്, ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റിപ്പോകും, വീണ്ടും വീണ്ടും ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ നാടും വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് ചെയ്ത് പഠിച്ചൊക്കെ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു അവസരം കൊടുക്കുമ്പോൾ ഈ നാടിനെ നമ്മുടെ യുവജനത സ്നേഹിക്കാൻ തുടങ്ങും. ആ നാടിനെ സ്നേഹിക്കുന്നത് കുറയുന്നതെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു വലിയൊരു അന്ത്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളം നിലനിന്ന് പോകും, പക്ഷെ ഇന്ന് കാണുന്ന നമ്മൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, അതെല്ലാം ഇനി വരുന്ന കുറേ മനുഷ്യർക്ക് ലഭിക്കാതെ പോകും. അപ്പം അതിന് കുറച്ചും കൂടെ യുവജനങ്ങളോടൊപ്പം അവരുടെ ആശയങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഭയങ്കര മാറ്റങ്ങളായിരിക്കും നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത്. വളരെ നന്ദി. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം യൂത്ത് മൈഗ്രേഷൻ എന്ന ആശയത്തെപ്പറ്റി വാചാലനായ അഡ്വക്കേറ്റ് ആൻസൺ PD അലക്സാണ്ടർ ആകാശവാണിയുടെ പേരിലും യുവവാണിയുടെ പേരിലും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു. കുടിയേറ്റത്തിന്റെ സാധ്യതകളും ആശങ്കകളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ആ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആധികാരികമായ മറുപടി നൽകിയത് കനൽ NGO ഡയറക്ടറും ഫൗണ്ടറുമായ അഡ്വക്കേറ്റ് ആൻസൺ PD അലക്സാണ്ടർ ആണ്. അദ്ദേഹത്തോട് സംസാരിച്ചത് കൃഷ്ണേന്ദു R നായർ, നിരഞ്ജന സുരേഷ്. നിർവഹണ സഹായം ജ്വാല S പരമേശ്വർ, VS ശബരിനാഥ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.